പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എച്ചുമിക്കുട്ടിയുടെ അമ്മ ചീന്തുകൾ എന്ന ആത്മകഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. 350 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതിൽ അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിതത്തോട് പടവെട്ടിയ കുറച്ച് സ്ത്രീകൾ, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന കുറച്ച് ഓർമ്മക്കുറിപ്പുകളാണ് ഇതിൽ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലല്ല, പല കാലഘട്ടത്തിലും, ഏത് കാലഘട്ടത്തിലായാലും സ്ത്രീകളുടെ കഷ്ടപ്പാടത്തിനും ദുരിതത്തിനും ഒന്നും ഒരു കുറവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനു മുൻപേ ഉള്ള ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെട്ട തലമുറയേക്കാളും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു തലമുറയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അമ്മീമ എന്ന് വിളിക്കുന്ന അമ്മയുടെ സഹോദരി, പിന്നെ ഈ എഴുത്തുകാരിയും അവരുടെ സഹോദരിമാരുമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും കടന്നു വരുന്നത്. പിന്നെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകളും അതിൽ കടന്നു വരുന്നുണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് ഈ പുസ്തകം നമ്മെ വളരെയേറെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വീട്ടിലെ അമ്മയും അവിടുത്തെ പെൺകുട്ടികളും, പിന്നെ മറ്റൊരു വീട്ടിലെ ആങ്ങളമാരും പെങ്ങന്മാരും, അതിൽ പെങ്ങന്മാരുടെ സ്വത്തുകൂടി അടിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആങ്ങളമാരെ കാണാം. അങ്ങനെ ഓരോ തരത്തിലുമുള്ള മനുഷ്യരുടെ ഒരു ഇതാണ് നമ്മളിതിനകത്തൊക്കെ കാണുന്നത്. അമ്മ ചീന്തുകൾ എന്ന ഈ പുസ്തകത്തിൽ ഒരു 100 അധ്യായങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും നമുക്ക് വല്ലാതെ സങ്കടം കൊണ്ട് നമ്മളിൽ നിന്നും ഒരു വേദന പതുക്കെ ഇങ്ങനെ ഉയർന്നു വരും. അമ്മച്ചീന്തുകളിലേക്ക് പതുക്കെ പ്രവേശിക്കാം. ഒന്നാമത്തെ അമ്മച്ചീന്തുകൾ എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരി പറയുന്നത് അമ്മ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. അമ്മ ജീവിച്ചു, മരിച്ചുപോയി. അപ്പോൾ അമ്മയുടെ അവസാന കാലത്തൊക്കെ അമ്മയെ പരിചരിച്ച മക്കളായിരുന്നു ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ. അവർ അമ്മയെ നന്നായി പരിചരിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മയുടെ സഹോദരിയെയും. അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികളെ തന്നെയാണ് അവരും മക്കളായിട്ട് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഈ കുട്ടികളൊക്കെ കൂടി 2 സ്ത്രീകളുടെ ജീവിതത്തിൽ അവർക്ക് താങ്ങും തണലുമായി മാറുന്ന, ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി മാറുന്ന 2 അമ്മമാരെയുമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഒന്ന് പ്രസവിച്ച അമ്മ, മറ്റൊന്ന് അമ്മയുടെ സഹോദരി. പെറ്റമ്മയോടൊപ്പമോ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലോ ഇവരെ കരുതിയിട്ടുള്ള ഒരു അമ്മീമ എന്ന് വിളിക്കുന്ന ഒരു അമ്മയും കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ജാതീയമായ ഒരു പിന്നെ വലിയ ഉയർച്ചയുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അമ്മയും അമ്മീമയും അവിടുത്തെ പുരുഷന്മാരെ കൊണ്ട് വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ പ്രണയിച്ച് അച്ഛനെ വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ഒരു ഡോക്ടറായിരുന്ന മനുഷ്യൻ ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അവർ പ്രണയിച്ച് കല്യാണം കഴിച്ച് വീണ്ടും ആ കുടുംബം ഒരു നരകമാക്കി മാറ്റുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു പുരുഷൻ എല്ലാ ആധിപത്യവും പിന്നെ സ്ത്രീയുടെ മേലേക്ക് ഇങ്ങനെ ചൊരിയുക, ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുക, അവരെ എപ്പോഴും താഴ്ത്തിക്കെട്ടി സംസാരിക്കുക, ഇങ്ങനെ കുട്ടികളെ ഒന്നും വേണ്ട വിധത്തിൽ മാനിക്കാതെ ഇരിക്കുക, കുട്ടികൾ അവരർഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കാതിരിക്കുക, അവരുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുക, ഇങ്ങനെ പല വിധത്തിൽ കുടുംബത്തിനകത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരച്ഛനെയാണ് നമ്മൾ ഈ കഥയിലൊക്കെ കാണുന്നത്. അമ്മയുടെ അച്ഛൻ വളരെ നന്മയേറിയ
ഒരു കഥാപാത്രമായിരുന്നു. അദ്ദേഹം മരിച്ചതോടുകൂടിയാണ് അമ്മയുടെയും ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ ആങ്ങളമാർക്ക്, അതായത് ഈ കുട്ടിയുടെ അമ്മാവന്മാർ എന്ന് പറയുന്നവർ സ്വത്തിന് വേണ്ടി മാത്രം നല്ല ഉദ്യോഗവും നല്ല സ്ഥാനമാനങ്ങളും സമൂഹത്തിൽ എല്ലാം കിട്ടിയിട്ടും അവർക്ക് സ്വത്തിനോടുള്ള ആർത്തി കുറയുമായിരുന്നില്ല. അപ്പോൾ വേദം പഠിച്ചതുകൊണ്ടോ പൂണൂലിട്ടതുകൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പ്രാകൃതമായ ആർത്തികൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്ന് എഴുത്തുകാരി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടേതായ ഒരു ലോകത്ത് വളരെയേറെ ആധിപത്യം എടുത്തുകൊണ്ടാണ് ഈ പെങ്ങന്മാരെ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത്. അമ്മയോടും അതിൻ്റെ അവസാന കാലത്തൊക്കെ വളരെ മോശമായിട്ടാണ് അവർ അമ്മയെ വേണ്ട വിധത്തിൽ നോക്കിയിരുന്നില്ല. അച്ഛൻ ഉണ്ടാക്കിയിരുന്ന സ്വത്ത് അതൊക്കെ അവരുണ്ടാക്കിയതാണ് എന്ന് കള്ളക്കേസ് കൊടുത്ത് ഒക്കെ തട്ടിയെടുക്കാൻ നോക്കുകയാണ്. അമ്മീമ്മയ്ക്ക് വേണ്ടി പണിത് കൊടുത്ത വീടും തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നു. അങ്ങനെ ഒരുപാട് ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ അവർ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ ഇവരുണ്ടാക്കുന്ന കേസ് തീർക്കാൻ വേണ്ടിയിട്ട് കേസിൻ്റെ പിന്നാലെ നടന്നവർക്ക് നഷ്ടപ്പെടുക. അമ്മയും അമ്മീമ്മയും കൂടി പീച്ചി ഡാം കാണാൻ പോവുകയും പീച്ചി ഡാമിൽ ചുറ്റി നടക്കുന്ന സമയത്താണ് അച്ഛൻ അവിടെ എത്തുന്നതും അമ്മയെ കാണുന്നതും. അപ്പോൾ അമ്മയുടെ അച്ഛൻ സുബ്ബരാമയ്യരുടെ അടുത്ത് പുസ്തകം വായിക്കാനൊക്കെ പോയിട്ട് അച്ഛന് അവരെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തച്ഛൻ്റെ വിവരങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ കൂടിക്കാഴ്ചയിലൂടെ അച്ഛൻ ഒരു കാമുകനായി മാറുകയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് കത്തുകൾ അയക്കുകയാണ്. കത്തുകളിലൂടെ ഈ പീച്ചി ഡാമിലെ പൂന്തോട്ടത്തിനകത്ത് കണ്ട അമ്മയുടെ ചിത്രം അച്ഛൻ മനസ്സിലേറ്റിക്കഴിഞ്ഞു. പിന്നെ അച്ഛൻ കത്തയച്ചു. അമ്മ കഥാപുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്ന വാക്യങ്ങളൊക്കെ അച്ഛൻ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കങ്ങ് സ്നേഹം കൂടുകയാണ്. സാഹിത്യഭംഗിയുള്ള വാചകങ്ങളുടെ മിടുക്കായിരുന്നു. ആ ഭാഷ കൊണ്ട് അച്ഛൻ ഒരുക്കിയ കെണിയിൽ അമ്മ വീണു പോവുകയാണ്. അങ്ങനെ അമ്മ ജാതിയിൽ തന്നെക്കാൾ താഴെയായ ഒരാളെ വിവാഹം കഴിക്കുകയാണ്. അമ്മ കമ്പി തപാൽ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ജോലിയൊക്കെ ഉള്ള ആ അമ്മ ഇങ്ങനെ ഒരാളെ സ്വയം കണ്ടെത്തുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ആ സഹോദരിയെ അവരുടേതായ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുകയാണ്. അവരുടെ കുട്ടികളോടും കുടുംബം വേണ്ടത്ര സ്നേഹം കാണിച്ചിരുന്നില്ല. അമ്മീമ്മ കാണിച്ചിരുന്നു. അമ്മീമ്മ ഒഴികെ വേറെ ആരും ആ കുട്ടികളെയും സ്നേഹിച്ചിരുന്നില്ല. എഴുത്തുകാരി തന്നെ പറയുന്നുണ്ട്. അമ്മ ദിവസം ജോലി കഴിഞ്ഞ് വന്നില്ല. അന്ന് അച്ഛൻ്റെ കൂടെ പോയി വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. തോപ്പ് എന്ന തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അന്നേ കാലത്ത് അച്ഛൻ ജോലി ചെയ്തിരുന്നത്. പിന്നീടാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് വരികയും തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഡോക്ടറായിട്ട് മാറുകയും ചെയ്തത്. അപ്പം പുത്തൻതോപ്പ് എന്ന് പറയുന്ന ആ ദേശത്ത് അമ്മയ്ക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും അമ്മയുടെ ഓർമ്മയിൽ ഈ പുത്തൻതോപ്പിലെ ജീവിതവും അവിടുത്തെ കൂട്ടുകാരിയും ഒരു നല്ല ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ തൃക്കൂർ മഠത്തിലെ സുബ്ബരാമയ്യർ കുറച്ചു കാലം താമസിക്കുമ്പോൾ അമ്മയുടെ വീട്ടിൽ വളരെ സമൃദ്ധിയിൽ കഴിഞ്ഞതാണ്. അതൊക്കെ അമ്മയ്ക്ക് നഷ്ടമാകുകയായിരുന്നു. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തുടങ്ങി പിന്നെ അമ്മയുടെ തലയിൽ തേക്കുന്ന എണ്ണ വരെ അമ്മയ്ക്ക് കിട്ടാതെയാകുകയാണ്. അങ്ങനെ കുട്ടി ഈ എഴുത്തുകാരിയുടെ കാഴ്ചപ്പാടിൽ അമ്മയ്ക്ക് പച്ചരിയുടെ നിറമായിരുന്നുവെങ്കിൽ അച്ഛന് എള്ളിൻ്റെ നിറമായിരുന്നു. അച്ഛൻ എള്ള് പോലെ കറുത്തിരുന്നു, അമ്മ പച്ചരി പോലെ വെളുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെയും നിറത്തെപ്പറ്റി പറയുമ്പോൾ. അപ്പോൾ പെൺകുട്ടികൾക്കൊന്നും അമ്മയുടെ നിറം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഇങ്ങനെ ദുഃഖിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് ഇതൊക്കെ പ്രശ്നമാണെങ്കിലും ആ കുടുംബത്തിനകത്ത് അച്ഛൻ്റെ നിറത്തെപ്പറ്റി ആരും ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ ചുരുണ്ട മുടിയും പ്രേം നസീറിനെ പോലെയുള്ള അഭിനയവും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് അതൊക്കെ. സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യായിരുന്നു അച്ഛൻ. അപ്പോൾ ചില്ലറ പ്രൈവറ്റ് പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
വീട്ടിൽ എന്തെങ്കിലും സമൃദ്ധി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും അച്ഛനായിരുന്നില്ല, അമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാം 1-ാം തീയതിയും ധനികയാവുന്ന അമ്മ തന്നെയായിരുന്നു വീട്ടിൽ സമൃദ്ധി വരുത്തിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ലതൊക്കെ കിട്ടണമെങ്കിൽ അവനവൻ്റെ അമ്മമാർക്ക് ജോലി ഉണ്ടായിരിക്കണമെന്ന് ഈ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സുബ്ബരാമയ്യർ എന്ന ഇവരുടെ അമ്മയുടെ അപ്പാവ് മരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആ വീട്ടിലെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ നടന്നതെന്ന് പറയാൻ വയ്യ. സുബ്ബരാമയ്യരുടെ ശവദാഹത്തിന് ശേഷമാണ് തൃക്കൂർ മഠത്തിൻ്റെ പുരത്തറയിലെ അവസാന കല്ലും ഇളക്കി മാറ്റുന്ന അഹങ്കാരധ്വജങ്ങൾ മിന്നുന്ന വാൾത്തലപ്പുകൾ വീശി തുടങ്ങിയത്. അവയുടെ ലക്ഷ്യം ബ്രാഹ്മണാചാരങ്ങളെ ചോദ്യം ചെയ്ത അമ്മയുടെയും അമ്മീമ്മയുടെയും കഴുത്തുകൾ ആയിരുന്നു എന്ന് എഴുത്തുകാരി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സവർണത എന്നല്ല, എല്ലാത്തരം ജാതികളും മതങ്ങളും കൈതമുള്ളു പോലെയാണ് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. സ്നേഹം ഉണ്ടാക്കുന്നതിൽ മതങ്ങൾക്കും ജാതികൾക്കും യാതൊരു താല്പര്യവും ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും, എന്നാൽ പരസ്പരം കൊല്ലാനും പച്ചക്ക് കത്തിക്കാനും സാധന സാമഗ്രികൾ തച്ചുടച്ച് കളയാനും ഒക്കെ അവർ വളരെ മിടുക്കരായിരുന്നു എന്നും എഴുത്തുകാരി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ജാതിയിൽ താഴെയുള്ള ആളെ കല്യാണം കഴിച്ചതുകൊണ്ട് അമ്മയുടെ ജീവിതം വളരെ ദുസ്സഹമായിട്ട് മാറുകയാണ്. സമൂഹത്തിലും അമ്മ ഒറ്റപ്പെട്ടു, കുടുംബത്തിൽ അമ്മ ഒറ്റപ്പെട്ടു. പിന്നീട് അച്ഛൻ എന്ന ആളുടെ ആധിപത്യത്തിൻ്റെ കീഴിലും അമ്മ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. പിന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള 3 പ്രസവങ്ങൾ, പിന്നെ ജോലിക്ക് പോകേണ്ട അവസ്ഥ ഒക്കെ കൂടി ഈ സ്ത്രീ ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ പേറുകയാണ്. ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീക്ക് ജോലിയും കുടുംബവും പിന്നെ കുട്ടികളെ കുറിച്ചുള്ള ആദിയും ഒക്കെ കൂടി ആ ഒരു സ്ത്രീ എന്തുമാത്രം സഹിക്കുന്നു എന്ന് നമുക്ക് ഈ ആത്മകഥ ഇങ്ങനെ മനസ്സിലാക്കി തരികയാണ്. ആർത്തികളിൽ ദുരകളിൽ എക്കാലവും വിവിധ തരം മഹാഭാരതങ്ങൾ വിരചിതമാകുന്നു. അത്തരം രഥചക്രങ്ങൾ ഉരുളുമ്പോൾ തലമുറകൾ ഭാവിയുടെ അഗ്നിയിൽ വെന്തെരിയുന്നു എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അമ്മീമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, 12 വയസ്സിൽ 30 വയസ്സുള്ള ഒരു മഹാബ്രാഹ്മണനെ കൊണ്ട് അമ്മീമ്മയെ വിവാഹം ചെയ്യിച്ചിരുന്നു. അമ്മീമ്മ ഋതുമതിയായിരുന്നില്ല. വരനെ ആനപ്പുറത്താണത്ര ഇരുത്തി മാപ്പിളയയപ്പ് നടത്തിയത്. 4 ദിവസവും തൃക്കൂർ അടച്ച് സദ്യയായിരുന്നു പോലും. അന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൂടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണ പെൺകുട്ടികളെ മരിക്കും മുമ്പ് ഒരു ബ്രാഹ്മണൻ ഭോഗിച്ചിരിക്കണം. അങ്ങനെ പെൺകുട്ടിയുടെ ശവം മാന്യമായി സംസ്കരിക്കാനുള്ള ഒരുക്കൽ കൂടിയാണ് അവളുടെ കല്യാണം. അങ്ങനെ ഭോഗിച്ചിട്ടില്ലെങ്കിൽ തറവാടിനും മുതിർന്നവർക്കും വന്നു ചേരുന്ന പാപത്തിനുള്ള പരിഹാരം ശവഭോഗമായി പോലും വേണ്ടി വരാറുണ്ടത്രേ. പിതൃസദ്യ ഉണ്ണുന്ന ശൗണ്ഠി ബ്രാഹ്മണർക്ക് അമ്മീമ്മ ശൗണ്ഠി ബ്രാഹ്മണരെ വല്ലാതെ ഭയന്നിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളെ വളർത്തുന്ന കാലത്ത് അത്തരം ഒരു ഭയം അമ്മീമ്മയ്ക്ക് ഉണ്ടാവാൻ കാരണമെന്തെന്നോർത്ത് ഞാനും അനിയത്തിമാരും കുറേ തല പുകച്ചിട്ടുണ്ട്. ആഘോഷം എല്ലാം കഴിഞ്ഞ് ഈ വരൻ പോവുകയാണ്. പിന്നെ അയാൾ ജീവിതത്തിൽ ഒരിക്കലും അമ്മീമ്മയെ കണ്ടിട്ടുമില്ല. അപ്പം അമ്മീമ്മയുടെ മുടി മടഞ്ഞ് മുല്ലപ്പൂ ചൂടിച്ച് സ്വർണ്ണപ്പണ്ടങ്ങളും കുപ്പിവളകളും ഒക്കെ ഇടിച്ച് 18 മുഴം ചേലയും ചുറ്റിച്ച് സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെ തൊടിച്ച് അരുമയായി പോറ്റി. അമ്മീമ്മയ്ക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു. പാചകവും കോലമിടലും കൈത്തുന്നലും ചെടി വളർത്തലുമായിരുന്നു കഴിവുകൾ. 5-6 മാസം കഴിഞ്ഞ് മാമിയാർ അമ്മീമ്മയെ തറവാട്ടിൽ തന്നെ കൊണ്ടുവിട്ടു. വരാത്ത മകനെയും കാത്ത് അമ്മീമ്മയെ ഭർതൃഗൃഹത്തിൽ പാർപ്പിക്കുന്നതിൽ അവർ ഒരു അർത്ഥവും കണ്ടില്ല. മകൻ തിരികെ വന്നാൽ അന്ന് മടക്കിക്കൊണ്ട് പോകാമെന്നും വാക്കുകൊടുത്ത് ആ അമ്മായിയമ്മ യാത്രയായി. പിന്നെ ഈ ചേട്ടന്മാരുടെയൊക്കെ പ്രസവ ശുശ്രൂഷ, ചേട്ടന്മാരുടെ ഭാര്യമാരൊക്കെ പ്രസവിക്കുമ്പോൾ സഹായിയായിട്ട് ഇവരെല്ലാം അമ്മീമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ അമ്മീമ്മ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ
ജീവിക്കുകയാണ്. അങ്ങനെ ഒരിടത്തും അവർക്ക് സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർ 30 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന് അങ്ങനെ വാശി പിടിച്ച് പഠിച്ചു. അതിൻ്റെ കൂടെ അമ്മീമ്മ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറി. അമ്മീമ്മയുടെ ഭർത്തൃ വീട്ടിൽ പിന്നെ ഇങ്ങനെ ഭാഗം നടക്കുന്ന സമയത്ത് അമ്മീമ്മയുടെ ഓഹരി അവിടുത്തെ അമ്മ കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നുണ്ട്. അയാളുടെ ഓഹരി അമ്മായിയമ്മ അമ്മീമ്മയ്ക്ക് നൽകുക തന്നെ ചെയ്തു. അന്നും ഒറ്റയ്ക്കായ പെണ്ണിന് എന്തിനാണ് പണം എന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാ സമയത്തും അങ്ങനെയാണ്. പെണ്ണുങ്ങൾക്ക് കുടുംബമോ ഒന്നുമില്ലെങ്കിൽ അവരുടെ പണം കൂടി ഇവർക്ക് അടിച്ചെടുക്കാമെന്ന ഒരു തോന്നലാണ്. അമ്മീമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പാവിന് വളരെ കഴിഞ്ഞാണ് തോന്നിയത്. അങ്ങനെ ആ 3500 രൂപ ബാങ്കിലിടണമെന്നും അദ്ദേഹം പിന്നെ മാത്രമേ ആലോചിച്ചുള്ളൂ. വീട് അമ്മീമ്മ മരിക്കുമ്പോൾ തൻ്റെ ഒരു പൗത്രന് നൽകണമെന്ന് സുബ്ബരാമയ്യർ കട്ടായം പറഞ്ഞു. വീട് എനിക്ക് വേണ്ട അപ്പ, ഇപ്പോൾ തന്നെ കുഞ്ഞുമോന് നൽകിക്കോളൂ എന്ന് അമ്മീമ്മ ആ നിമിഷം തന്നെ തീർപ്പ് പ്രകടിപ്പിച്ചു. ആ നിലപാട് സുബ്ബരാമയ്യരെ ചില്ലറയൊന്നുമല്ല മാറ്റിമറിച്ചത്. കാരണം ആ വീടുപണിക്ക് അതിനകം ഉദ്യോഗസ്ഥരായി കഴിഞ്ഞിരുന്ന അമ്മീമ്മയും എൻ്റെ അമ്മയും പോലും പണം മുടക്കിയിരുന്നു. അങ്ങനെ ആ വീടും പണവും ഒടുവിൽ അമ്മീമ്മയുടേത് ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ മതി. അമ്മീമ്മ പിന്നെ ആ വീട് തട്ടിയെടുക്കാനായി. അമ്മീമ്മയുടെ ആ വീടും ബാങ്കിൽ കിടന്നിരുന്ന രൂപയും അത് 3500 ആയിരുന്നത് 7500 പിന്നീട് വളർന്നു. അതൊക്കെ 30 വർഷത്തെ കേസിൻ്റെ ശരിയായ കാരണം അതൊക്കെ തട്ടിയെടുക്കുക എന്നതായിരുന്നു. പിന്നെ ഇവർക്ക് ഒന്നുമില്ല, അതെല്ലാം കേസിനായിട്ട് നശിപ്പിക്കേണ്ടിയും വന്നു. എവിടെയും ഇല്ലാതായ സമയത്ത് അമ്മീമ്മ വീണ്ടും ഈ അനിയത്തിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അപ്പോൾ കുറച്ച് കാലം ഇവരുടെ കൂടെ അമ്മീമ്മ താമസിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കാലമായിരുന്നു എന്ന് കുട്ടികൾ അവരെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡോക്ടറായിരുന്ന എൻ്റെ അച്ഛൻ അക്കാലത്ത് താമസിച്ചിരുന്നത് ജയിലിനോട് ചേർന്നുള്ള ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലായിരുന്നു എന്നും കേമമായ ഒരു പൂന്തോട്ടവും അടുക്കളത്തോട്ടവും എൻ്റെ അമ്മ അവിടെ സംവിധാനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഡയമണ്ട് കട്ടിങ്ങുള്ള മരയഴികളുള്ള വലിയ സ്വീകരണ മുറിയെക്കുറിച്ച് പിന്നെ വലിയ ലിവിങ് റൂമിനെ കുറിച്ച് ഒക്കെ ഓർത്തിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വരുമ്പോൾ ഈ എഴുത്തുകാരി എച്ചുമുക്കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഭാഗ്യയും റാണിയും ഒക്കെ ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മീമ്മയെക്കുറിച്ച് പറയുന്നിടത്ത് അമ്മീമ്മയുടെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മീമ്മ പിന്നെ താമസിക്കുമ്പോൾ ചിറ്റപ്പാവിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അമ്മീമ്മ ഇങ്ങനെ നിസ്സഹായിയായി ഇറങ്ങിപ്പോകുന്ന പോക്കൊക്കെ അവരുടെ മനസ്സിൽ വളരെ ഇങ്ങനെ ഇതുണ്ട്. വീടില്ലാതാകുന്നത് പരിതാപകരമാണ്, ദയനീയവുമാണ്, കഠിനവുമാണ് എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. സ്വന്തം ശരീരത്തെ സുരക്ഷിതമായി ഒന്നും അടക്കി വയ്ക്കാനുള്ള ഒരിടമാണ് വീട്. ബാക്കി അലങ്കാരങ്ങളും തൊങ്ങലുകളും എല്ലാം ചുമ്മാതാണെന്ന് പറയാം. പക്ഷേ ശരീരത്തിൻ്റെ നിത്യനിദാനമായ ചില മിനിമം ആവശ്യങ്ങൾക്ക് വീട് കൂടിയേ കഴിയൂ. അപ്പോൾ അത് ആണ് ഒരു രാവിലെ അമ്മീമ്മയ്ക്ക് ഇല്ലാതായത് എന്ന് പറയുമ്പോൾ നമുക്കെന്തൊക്കെയോ വല്ലാതെ ഇങ്ങനെ വിഷമം തോന്നുകയാണ്. പിന്നെ അമ്മ ആണെങ്കിൽ കുറച്ച് പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട് പതുക്കെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരികയാണ്. കുറച്ച് ഫർണിച്ചറുകളും ഒക്കെ വാങ്ങി. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാർക്ക് അത് തീരെ പിടിക്കുന്നില്ല. അവരൊരിക്കലും സഹായിച്ചിട്ടുമില്ല. അമ്മ വീട് നന്നാക്കുന്നതിനൊക്കെ അവർക്ക് എതിരുമായിരുന്നു. അമ്മയുടെ വീട്ടിൽ അമ്മ വെള്ളിത്തട്ടിലാണ് ഊണ് കഴിച്ചിരുന്നത് എന്ന് ഓർക്കുകയാണ്. പിന്നെ അമ്മ ഒരിക്കലും നല്ലൊരു പാത്രത്തിൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ വീട്ടിലൊരു നല്ല പാത്രം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പണിയെടുത്ത് വീണ്ടും കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ നേരിടുകയാണ്. അമ്മ വീട് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആഡംബരമായിട്ട് ധൂർത്തായിട്ടൊക്കെയാണ് അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം 10 മക്കളെ
പ്രസവിച്ച ആളാണ് ഈ അമ്മയുടെയും അമ്മിമ്മയുടെയും അമ്മ. ആ അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഇങ്ങനെ ജീവിച്ചിരുന്നത്. അവസാന കാലത്ത് അമ്മമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വല്ലാതെ കഷ്ടപ്പെട്ട് നരകിച്ചാണ് അവരും മരിച്ചു പോകുന്നത്. 10 മക്കളെ പ്രസവിച്ച സ്ത്രീ. അമ്മമ്മയ്ക്ക് ജോലിയുടെ ഇടയിലും ഇങ്ങനെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജോലിക്കിടയിൽ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട്, അത് പിന്നെ തട്ടിയെടുക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത്, അതിൻ്റെ ഇടയിലുണ്ടാകുന്ന സസ്പെൻഷൻ, അതൊക്കെ അവരിങ്ങനെ എത്ര ദുരന്തങ്ങളാണ് ഈ അമ്മീമ്മ അതിൻ്റെ ഇടയിലൊക്കെ സഹിക്കുന്നത്. ഒടുവിൽ ഇങ്ങനെ കുറേ കേസും കൂട്ടും ഒക്കെ നടത്തിയിട്ട് അമ്മീമ്മയ്ക്ക് അമ്മീമ്മയുടെ വീട് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ കൂടെ കഴിഞ്ഞിരുന്ന കാലത്തൊക്കെ ഈ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ അവരെ ഇങ്ങനെ ആ സ്ത്രീ അല്ലെങ്കിൽ എങ്ങനെ ഒരുപാട് ആ സ്ത്രീ രാജം എന്നൊക്കെ വിളിച്ച്, ആദ്യം അമ്മീമ്മ എന്ന് വിളിച്ചിരുന്ന നാവുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്നും രാജം എന്നും ഒക്കെ വിളിച്ച് അവരെ അപമാനിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അവർക്ക് അവരുടെ വീടൊക്കെ ശരി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയി അവർ നോക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്കൊരു സഹായമായിരുന്നു അത്, വളരെ സഹായമായിരുന്നു അത്. ഈ കുട്ടികളാണെങ്കിലും ഭയപ്പെടാതെ അവർക്ക് പോകാമെന്നുണ്ടായിരുന്ന ഒരേ ഒരു ഇടവും കൂടിയായിരുന്നു അത്, ആ വീട്, അമ്മീമ്മയുടെ വീട്. ഇങ്ങനെ സ്ത്രീയുടെ പെൺകുട്ടികളുടെയൊക്കെ കഷ്ടകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ആമചീന്തുകൾ എന്ന പുസ്തകത്തിൽ. അപ്പോൾ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ ഒരു വലിയ സത്യം ഇങ്ങനെ തിരിച്ചറിയാണ്. ലോകത്തിൽ ഒരു ആള് ഇങ്ങനെ നീ എന്തിനാ കണ്ണുണ്ടാകുന്നത് പാപമായി തീരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നിർഭാഗ്യക്കാരായ മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടുപോയ ഒരു സ്ത്രീയെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട് നീ എന്തെല്ലാം ചോദ്യങ്ങളിലാണ്. ഒന്നെങ്കിൽ അവൾക്ക് ഭ്രാന്താണെന്ന് പറയും, അല്ലെങ്കിൽ അവളിൽ സ്വഭാവഹത്യ വെച്ച് വെട്ടിക്കൊടുക്കും. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്വഭാവഹത്യയും ഭ്രാന്തും ആരോപിക്കപ്പെടുന്ന കാണാൻ പാടില്ലാത്ത സത്യം കണ്ട മനുഷ്യരുടെ ജീവിതം പരമദയനീയമാണ്. അവർ ഓരോരോ നിമിഷവും മരിച്ച് ജീവിക്കുന്നവരാണ്. ഓരോരോ വാക്കിനും ചലനത്തിനും ലോകത്തിനു മുമ്പിൽ തെളിവുകൾ ഹാജരാക്കേണ്ടവരാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അവരെ പറ്റി ആധികാരികതയോടെ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ അവർ സ്വന്തം ജീവിതത്തിൻ്റെ തെളിവുകൾ ഉറക്കത്തിൽ പോലും നിരത്തേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ഈ തരം തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിതം. അപ്പോൾ ഒരു നേഴ്സ് ഇവരുടെ വീട്ടിൽ വരുമായിരുന്നു. അച്ഛൻ പിന്നീട് ആ സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാവുകയാണ്. അമ്മയെ വഞ്ചിച്ചുകൊണ്ട് ആ നേഴ്സ് മലാഖ അച്ഛനുമായി കൺസൾട്ടേഷൻ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അവർ സാരി പുതച്ചിരിക്കും. ആദ്യമൊക്കെ അവർ ഒരു പേഷ്യൻ്റ് ആണെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ. ഞാൻ പലവട്ടം അവരെ ഒന്നിച്ചു കണ്ടു. എന്താണ് അവർക്ക് അസുഖം എന്ന് ഞാൻ ചോദിച്ചത് തികച്ചും സാധാരണമായാണ്. പക്ഷേ അച്ഛൻ കോപിഷ്ഠനായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയേണ്ട, പഠിക്കാനൊന്നുമില്ലേ എന്ന് അദ്ദേഹം ഒരു ഈച്ചയെ എന്ന പോലെ എന്നെ ആട്ടിയകറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അച്ഛൻ അവർക്കെന്താണ് രോഗം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അത് വേറെ ഒരു സെൻസിലാണ് എടുക്കുന്നത്. ആ സ്ത്രീക്കൊപ്പം സിനിമയ്ക്ക് പോകേണ്ടി വന്നതും ആ സ്ത്രീയും അവരുടെ മകനെയും അമ്മയെയും കുട്ടികളെയും ഒക്കെ കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോകുന്നതും അച്ഛൻ്റെ ചില ചേഷ്ടകളും ഒക്കെ ഈ കുട്ടി ചെറുപ്പത്തിൽ കാണുകയാണ്. ഹോസ്പിറ്റലിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നുവെന്ന് അവരെ അമ്മയ്ക്ക് അച്ഛൻ പരിചയപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ജീവിതം ഞങ്ങളെ ചതിക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് ലക്ഷ്മി കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് നേരിട്ടിട്ടുള്ള ഒരു തരം വേദനകൾ. അതിനുശേഷം അച്ഛൻ ഈ കുട്ടിയെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഈ കുട്ടിക്ക് പഠിക്കാൻ വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഒരു മകൾ എന്ന നിലയിൽ വളരെയേറെ ഇങ്ങനെ മകളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടാണ് അച്ഛൻ ജീവിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നല്ലവനായിട്ട് അഭിനയിക്കാനുള്ള കഴിവ് അച്ഛന് വളരെ കൂടുതലുണ്ടായിരുന്നു. അതൊരു പല ആണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. പിന്നെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുൻപിൽ വളരെ
മിടുക്കനായിട്ട് അഭിനയിക്കുകയും എല്ലാ പ്രാകൃത ഇതും കുടുംബത്തിനകത്ത് വന്ന് കാണിക്കുകയും ചെയ്യുന്ന ശീലം, ഇതൊക്കെ ഈ കുട്ടികൾ വളരെ ചെറുപ്പകാലത്ത് തന്നെ സഹിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഈ അമ്മയുടെയും ഈ പെൺകുട്ടികളുടെയും ജീവിതം ഒരു നരകതുല്യമായിട്ട് മാറുകയാണ്. അപ്പോൾ സ്കൂൾ കാലം തീരുന്നതോടുകൂടി പിന്നെ ഈ കുട്ടി വളർന്നു വരുന്നൊരു കുട്ടിയായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ അതിങ്ങനെ വലുതായി വരുന്നതിൻ്റെ ഇടയിൽ ശല്യം ചെയ്യുന്ന ആൺകുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആൺകുട്ടികൾക്ക് കുറ്റമൊന്നുമില്ല, എല്ലാ കുറ്റവും പെൺകുട്ടികൾക്കാണ്. അവർ പെൺകുട്ടികളെ ആയിരിക്കും ഉപദ്രവിക്കുക. കാലം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെയുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും വന്ന് പെൺകുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അരനൂറ്റാണ്ട് മുൻപിലത്തെ ഒരു കുട്ടിക്കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പെൺകുട്ടികൾക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും അനുവദിച്ചു കൊടുത്തിരുന്നില്ല. അപ്പോൾ പിന്നെ എപ്പോഴും ഈ പെൺകുട്ടിയെ ചീത്ത പറയുക, അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക, എവിടെ വെച്ചും നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങൾ കൊണ്ടാണ് ഈ എഴുത്തുകാരി ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. അന്ന് ആൻറ്റിയുടെ മകൻ ഉപദ്രവിക്കുകയും എന്നിട്ട് മകൻ്റെ ഭാഗം ചേരുകയും ഒക്കെ ചെയ്തിട്ട് പെൺകുട്ടിക്കെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം അമ്മീമ്മയുടെ സഹോദരന്മാർ കൊടുത്തിരുന്ന കേസ് ഇങ്ങനെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ആദ്യകാലത്തൊക്കെ കേസിന് വേണ്ടി കുറച്ച് കാശൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ ഒരു സഹായവും അതിന് ഇല്ലാതായി തീരുകയാണ്. പിന്നെ അമ്മീമ്മയ്ക്ക് വീട് കിട്ടിക്കഴിയുമ്പോൾ അച്ഛൻ തന്നെ വിചാരിക്കുകയാണ് അവർക്ക് വീട് കിട്ടരുതായിരുന്നു എന്ന്. അപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ ഈ സ്ത്രീയുടെ ഇതാണ്, പിന്നെ സേവയുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ തുടങ്ങുകയാണ് അച്ഛൻ. അപ്പോൾ ഈ സ്ത്രീക്ക് എവിടെയും ഒരു സ്വൈര്യം കിട്ടുന്നില്ല. അമ്മീമ്മ എന്ന് പറയുന്ന ആൾക്ക് അത് പണിയെടുക്കുന്നുണ്ട്, അത് കുടുംബത്തിലോ ഒറ്റപ്പെട്ടു പോയി, ജോലി ചെയ്ത് ജീവിക്കുന്നിടത്തും അതിന് പ്രശ്നങ്ങളാണ്. എല്ലായിടത്തും ഒരു സ്ത്രീ ഒറ്റപ്പെടുന്ന ഒരാളെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഒരുങ്ങുന്ന മനുഷ്യരുടെ ഒരു ചുറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഈ പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എപ്പോൾ അവസാനമാകുമ്പോൾ ഈ അച്ഛൻ്റെ അഹങ്കാരമൊക്കെ ശമിക്കുന്ന കാലത്ത് വീണ്ടും ഈ കുടുംബത്തോട് വന്ന് ചേരുകയാണ്. അങ്ങനെ അമ്മയും ഒക്കെ കൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ അമ്മ ഉണ്ടാക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്മയ്ക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അമ്മ അതിൽ പരമാധികാരം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തു കൂട്ടുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. അമ്മ 12 സെൻറ്റ് സ്ഥലം അയ്യന്തോളിൽ വാങ്ങിക്കുകയും അവിടെ അമ്മ വീട് പണിയുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അച്ഛൻ ആ വീടിൻ്റെ ആധാരം പണയം വെച്ച് കാറ് വാങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ദുർനടത്തങ്ങൾ, അച്ഛൻ്റെ അഹങ്കാരങ്ങൾ, അച്ഛൻ്റെ പൊങ്ങച്ചങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അമ്മയുടെ കഠിനാധ്വാനത്തെക്കുറിച്ച്, അമ്മ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുന്ന ത്യാഗത്തെക്കുറിച്ച്, അമ്മീമ്മ ഈ കുട്ടികളെ നോക്കാൻ ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ച്, അങ്ങനെ കുറേ സ്ത്രീകൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറ് എന്ന് പറഞ്ഞതുപോലെ കടന്ന് കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് നമ്മളിതിലൊക്കെ കാണുന്നത്. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ചീന്ത് നോവ് ഇങ്ങനെ നിറഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടികളുടെ കുട്ടിക്കാലങ്ങളൊക്കെ അങ്ങ് കഴിയുകയാണ്. പിന്നെ അവർ വലുതായി കഴിയുമ്പോഴും അവരാഗ്രഹിച്ചതൊന്നും അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് മക്കളെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ എഴുത്തുകാരിക്ക് കഴിയുന്നില്ല. അവളുടെ ജീവിതം പല വഴിക്കിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവളുടെ വിവാഹകാലം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ വിവാഹവും ഓരോ എലിഗണി പോലെ ആയിത്തീരുകയാണ്. അങ്ങനെ അതിൽ വീണു പോവുകയാണ് ഈ സ്ത്രീ ജന്മങ്ങളൊക്കെ. അതിൽ നിന്ന് അവർ സ്വന്തം പഠിച്ച
ഒക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇറങ്ങി രക്ഷപ്പെട്ടു വരുമ്പോഴേക്കും അവർക്ക് ധാരാളം പരിക്കുകൾ പറ്റിയിരിക്കും. അവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലുമൊക്കെയുള്ള ആ പരിക്ക്. അപ്പോൾ കുറേ സങ്കടങ്ങൾക്കും കരച്ചിലുകൾക്കും ഒക്കെ അപ്പുറം വീണ്ടും ജീവിക്കേണ്ടിയിരിക്കുന്നല്ലോ. അതിനുവേണ്ടി അവരിങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അമ്മയ്ക്ക് ചെടികൾ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ അമ്മയെ തല്ലും. അത് കഴിഞ്ഞ് അച്ഛൻ അമ്മ നട്ട ചെടികളൊക്കെ വെട്ടിക്കളയും. എന്തോ ഒരു ക്രൂരകൃത്യങ്ങളാണ് ആ മനുഷ്യൻ ഇരുട്ടിലൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്ന രംഗങ്ങളാണ്. ഒരുപാട് തല്ലുകൊണ്ട് വിഷമിച്ചതിന് ശേഷമാണ് അമ്മീമ്മയുടെ വീട്ടിൽ താമസമാക്കുന്നത്. അമ്മീമ്മയുടെ വീട്ടിലേക്ക് താമസമാക്കുന്ന ദിവസം അവർ ഇങ്ങനെ തൃക്കൂര് അമ്മീമ്മയുടെ വീട്ടിലേക്ക് പോണ സമയത്ത് വന്നവർ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. എന്തിൻ്റെ പേരിലായാലും ഒരു മനുഷ്യജീവി എത്ര തല്ലുകൊള്ളാം, അത് ഒന്ന് അവസാനിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അച്ഛനെ തെറ്റിദ്ധരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞു വരുത്താൻ അച്ഛൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന മക്കൾക്ക് ഭ്രാന്താണെന്നും അവരെയൊക്കെ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ്റെ ശ്രമം. അമ്മീമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അടി കൊള്ളേണ്ടതില്ല. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ പഠനത്തിലേക്ക് പതുക്കെ എത്ര പ്രശ്നമായാലും അവർ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പുകളും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. എത്ര പ്രശ്നമായാലും അമ്മയെ ആരും അടിക്കുന്നില്ല എന്നത് ഞങ്ങളുടെ വലിയ സമാധാനമായിരുന്നു. അടിയേൽക്കുന്ന അമ്മമാരുടെ മക്കൾക്ക്, അമ്മ അടികൊള്ളുന്നതിൽ സങ്കടമുള്ള മക്കൾക്ക് അവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ സമാധാനം. ആ സമാധാനത്തിൽ മെല്ലെ മെല്ലെ ഞങ്ങൾ പഠനത്തിലേക്ക് തിരികെ പോയി. അങ്ങനെ വീണ്ടും അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ സ്വന്തം വീട്ടിലായിരുന്ന കാലത്ത് അച്ഛനും അമ്മയും ഒന്നിച്ചിട്ടുള്ള കാലത്ത് തല്ലും പടയും ആയിട്ട് അവർക്ക് ഒരിക്കലും പഠിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ ഒന്നും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരവരുടെ പഠനത്തിലേക്ക് പതുക്കെ ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്നെ അമ്മയുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് അച്ഛൻ ഇങ്ങനെ അമ്മേനെ നോക്കി നിൽക്കുന്നതും, അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതും അങ്ങനെയൊക്കെ, അപ്പം എല്ലാവരും അമ്മേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതുമായ കുറേ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എത്ര സങ്കടവും അപമാനവുമാണ് അന്നൊക്കെ അമ്മ സഹിച്ചതെന്നോ അതൊന്നും ആരും ഒരിക്കലും കാണുകയുണ്ടായില്ല, അറിയുകയുണ്ടായില്ല എന്ന് ഈ കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെയാണ് ഒരാളെ ഇങ്ങനെ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഈ എഴുത്തുകാരിയുടെ അനുഭവങ്ങളുടെ ആധിക്യമായിരിക്കാം അവരിലെ എഴുത്തുകാരിയെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത്രയധികം തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉള്ള മനുഷ്യർ അത് ഇങ്ങനെ ആവിഷ്കരിക്കാനുള്ള കഴിവും ദൈവം ഈ എഴുത്തുകാരിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ വൈകിയാണ് ഈ കഴിവുകളൊക്കെ അവർക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലമാണ് ഇതുപോലുള്ള പുസ്തകങ്ങൾ. 17 പുസ്തകങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട് ഈ എച്ചുമ്മിക്കുട്ടി. അതിൽ ആത്മകഥയുടെ ഛായയുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ വായിക്കുന്ന കഥകളിലും ഈ ആത്മകഥകളിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സങ്കടവും ഇങ്ങനെ ദുരിതങ്ങളുടെ പർവ്വങ്ങൾ താണ്ടിക്കടക്കുന്നതും ഒക്കെ കാണാൻ കഴിയാണ്. അതീവ ഇങ്ങനെ ഒരിക്കൽ വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ടേ നമുക്ക് വയ്ക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ എത്ര ഘട്ടത്തിൽ വായിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇടറി വീണു പോകുന്നു, അനുഭവങ്ങളുടെ തീക്ഷ്ണത കണ്ട് എന്ന് വായിച്ചു തന്നെ അത് മനസ്സിലാക്കിയാലേ പറഞ്ഞ് ഒരാളെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അമ്മച്ചിന്തുകൾ എന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഒരു എഴുത്തുകാരി രൂപപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അനുഭവങ്ങളുടെ സമ്പത്ത് തന്നെയാണ് എഴുത്തുകാരിയുടെ കൈമുതൽ എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. വളരെ സാമൂഹിക ബോധമുള്ള ഒരു മനസ്സ് അതിൽ ഉണർന്നിരിക്കുന്നുണ്ട്. എല്ലാത്തിനെയും നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്, അതിൽ നിന്ന് സ്വന്തമായ ഒരു അഭിപ്രായം രൂപപ്പെടുത്താനുള്ള കഴിവ്, ഇതൊക്കെ എച്ചുമ്മിക്കുട്ടിയുടെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുക. അമ്മ ഉണ്ടാക്കിയ വീടാണ്, അതിൽ അമ്മയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അച്ഛൻ പല സ്ത്രീകളുമായും ബന്ധം സ്ഥാപിക്കുകയും ഇങ്ങനെ ജോലിക്ക് വേണ്ടി വരുന്ന സ്ത്രീയോട് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വീട്ടിൻ്റെ ഉടമസ്ഥയെ പോലെ അവർ പെരുമാറുകയുമൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അത് മുഴുവനൊന്നും പറയുക എന്നത് ഈ ഒരു ഒരു ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് പറയുന്നതിൻ്റെ ഇടയിൽ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഈ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അമ്മയുടെ സഹനങ്ങളാണ് ഈ കുട്ടികളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ഇതുങ്ങൾക്ക് ഭക്ഷണമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, വസ്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ട പണം ഈ അമ്മയ്ക്ക് ഈ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സാധ്യമായത്. അച്ഛൻ ഉണ്ടാക്കിയ പണം മുഴുവൻ ഇങ്ങനെ ദൂർത്തടിച്ചും വല്ല സ്ത്രീകളും കൊണ്ടുപോയി അനുഭവിച്ചും തീർക്കുകയാണ് ചെയ്തത്. ഒരു കുട്ടിയുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. കുട്ടികളെ ചൊല്ലിയുള്ള ഒരു ഉത്തരവാദിത്തവും അയാൾ ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആവാം ഈ കുട്ടികൾ സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും ഒക്കെ പഠിച്ചത്. പിന്നെ അമ്മീമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് അമ്മീമ്മയുടെ വീട്ടിൽ കള്ളൻ വരുന്ന രംഗമൊക്കെ ഉണ്ട്. അത് അമ്മീമ്മ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് കള്ളന്മാരായിട്ട് മുഖംമൂടിയൊക്കെ വെച്ച് വന്നത്. അമ്മീമ്മ ബോധം കെട്ട് വീഴുന്നതും. പക്ഷേ അമ്മീമ്മയുടെ ആഭരണങ്ങളൊന്നും അവർക്ക് ഒട്ടിച്ച് കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞില്ല. അമ്മീമ്മ ബോധം കെട്ട് വീഴുകയും കുട്ടികളൊക്കെ ഓടിച്ചയില്ലേ, നാട്ടുകാർ ഓടി വരികയും പിന്നെ ഫോൺ ചെയ്ത് പുതുക്കാട് പോലീസ് അവിടെ എത്തുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് അമ്മീമ്മ പഠിപ്പിച്ചവരാണ് എന്നുള്ള അറിവ് ഭയങ്കര സങ്കടകരമായിട്ട് മാറുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അമ്മീമ്മയും ഭാഗ്യവും തൃക്കൂര വീട്ടിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. അവരങ്ങനെ ഓടി ഒളിക്കാനോ ഒന്നും പോയില്ല. അത് പിന്നെ കേസാകുകയാണ്. അമ്മീമ്മ ആയ വിദ്യാർത്ഥികൾ എന്ന് കുറേ കള്ളത്തരങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഈ കള്ളന്മാരെ അവർ പറഞ്ഞയച്ചതുപോലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയാണ്. എങ്കിലും ഈ അമ്മീമ്മ പറഞ്ഞ ഒരു വാക്യം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഷണം ഞാൻ പോട്ടെ എന്ന് വെച്ചേനെ, എന്നെ നീ അടിക്കാൻ പാടുണ്ടോ മോനെ? ഞാൻ നിൻ്റെ ടീച്ചറല്ലേ, എനിക്ക് നിൻ്റെ അമ്മൂമ്മയുടെ പ്രായമല്ലേ മോനെ എന്ന് ചോദിച്ച ആ ചോദ്യം പിന്നെ കോടതി രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അമ്മീമ്മയ്ക്ക് നഷ്ടപരിഹാരത്തിനൊപ്പം മോഷ്ടാക്കൾക്ക് 2 വർഷത്തെ കഠിന തടവും കോടതി വിധിച്ചു. അമ്മമ്മയുടെ ആരോഗ്യം ആ അടിയേറ്റതോടെ തകരാൻ തുടങ്ങി. അമ്മീമ്മ പിന്നെ ആഭരണങ്ങളും തീരെ ധരിച്ചില്ല. ജോലികളിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്നതും തുടരെ വീഴാൻ തുടങ്ങുന്നതുമെല്ലാം ആ അടികൾക്ക് ശേഷമായിരുന്നു. അതിനുശേഷം അമ്മീമ്മ എന്ന ആളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. അച്ഛനാണെങ്കിൽ വീട്ടുജോലിക്ക് സഹായിക്കാൻ വന്ന സ്ത്രീയുടെ വൈഭവത്തിൽ സുഖമായി ജീവിച്ചു. അവർ അച്ഛന് പിടിച്ച ആഹാരം ഉണ്ടാക്കി വിളമ്പി. സുഹൃത്തുക്കളോടെല്ലാം അച്ഛൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ പെരുമാറി. അച്ഛന് വേദന വന്നപ്പോഴെല്ലാം അവർ അൻപോടെ അലിവോടെ ചൂടുപിടിക്കുകയും തടവി കൊടുക്കുകയും ചെയ്തു. അച്ഛൻ്റെ വനിതാ സുഹൃത്തുക്കളും മത്സരിച്ച് സ്നേഹിച്ചു. അവരുടെ എല്ലാം ഹൃദയംഗമമായ പരിചരണം അച്ഛന് കിട്ടിയതിൽ അമ്മ സന്തോഷവതിയായിരുന്നു. എന്തായാലും അച്ഛൻ ബുദ്ധിമുട്ടാതിരിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞിരുന്നു. ഞങ്ങളും അതുതന്നെ കരുതി. അപ്പോൾ ബുദ്ധിമുട്ടും അപമാനവും നിന്ദയും ഒക്കെ സഹിക്കുന്നത് ഇവർ മാത്രമാണ്. എവിടെയാണെങ്കിലും അച്ഛൻ സുഖമായി ഇരുന്നോട്ടെ എന്ന ചിന്ത ഈ കുട്ടികൾക്കും ആ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അതിലൊന്നും ഒരിക്കലും എതിര് പറയാനും പോയില്ല. അമ്മീമ്മ പിന്നെ ഇങ്ങനെ ഒരു വിവാഹാലോചനയുടെ കാര്യത്തിനായിട്ട് പോവുകയും ആ വഴിക്ക് ഇങ്ങനെ ബസ്സിൽ നിന്ന് വീഴുകയും പിന്നെ അമ്മീമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നിങ്ങനെ കൈകൾ കെട്ടി ചികിത്സയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന രംഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം അമ്മയ്ക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടിയെന്ന് പറയുന്നുണ്ട്. കാരണം ആരുമില്ലെങ്കിലും അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് നടത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്. അമ്മ ലോകത്തിൽ ആർക്കും തന്നെ സാധിക്കാത്ത വിധം സ്നേഹത്തോടെയാണ് അമ്മീമ്മയെ പരിചരിച്ചത് എന്ന് പറയുന്നുണ്ട്.
അമ്മീമ്മയെ നോക്കുക. അക്കാലങ്ങളിൽ അനിയത്തിയല്ല, അമ്മീമ്മയുടെ മകളായി തന്നെ അമ്മ പരിവർത്തനപ്പെട്ടു. അമ്മിണി എന്നൊരു അമ്മൂമ്മയുണ്ടായിരുന്നു അന്ന് വീട്ടുജോലിക്ക് സഹായിക്കാൻ. ആ 3 പേരും ഇന്ന് ഈ ലോകത്തില്ല. വയ്യാത്ത ഒരു സ്ത്രീയെ വേറെ 2 സ്ത്രീകൾ കൂടി 4-5 വർഷങ്ങളോളം മടുക്കാതെ വെറുക്കാതെ ശപിക്കാതെ പരിചരിച്ചു. അമ്മീമ്മയ്ക്ക് ആരും ഇല്ല എന്ന തോന്നൽ പിന്നീട് ഉണ്ടായിട്ടേയില്ല. അവരുടെ പിന്നെ ഈ കുട്ടികളൊക്കെ ദില്ലിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ റാണി, ഭാഗ്യ ഒക്കെ കൂടി ഇങ്ങനെ അമ്മയ്ക്ക് അപ്പോഴെല്ലാം കൂട്ടായിരുന്നത്. ഞാൻ അധികം സമയം അമ്മയുടെയോ അടുത്ത് നിന്നിട്ടില്ല. മകളും അവളുടെ ജീവിതവും മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ വളരെ പോരാടി കിട്ടിയ കുട്ടിയാണ്. അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും അതിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ എഴുത്തുകാരി അമ്മ ഇങ്ങനെ പോരാടി കുട്ടിയെ നേടിയത്. അപ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യത്തിലായി അവരുടെ ശ്രദ്ധ. പിന്നെ ഈ പ്രായമായവരെ സംരക്ഷിക്കാൻ വേണ്ടി അധികകാലം വന്നു നിൽക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആ സമയത്താണ് ഭാഗ്യ എന്ന അനിയത്തിയുടെ കല്യാണവും നടക്കുന്നത്. അമ്മ തനിച്ചാണ് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ കല്യാണത്തിൽ. വരൻ്റെ വീട്ടിലെ റിസപ്ഷനിൽ ഞാനും എൻ്റെ മോളും പോയി. ഭാഗ്യ വിവാഹ വേഷത്തിൽ ഞാൻ എൻ്റെ മോളെ മടിയിൽ വെച്ചിരിക്കുന്ന ആ മനോഹര ചിത്രം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, നീ റോട്ടിൽ കിടന്ന് മരിക്കും, നിന്നെ ആരും നോക്കില്ല, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭജന ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിപ്പിക്കുമായിരുന്നു. എങ്കിലും അമ്മീമ്മയെ നോക്കുക എന്ന ഒരു കടമയിൽ അമ്മ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് അമ്മയ്ക്ക് വയ്യാതെയാകുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളും അമ്മയുടെ കൂടെ നിൽക്കുകയും പിന്നെ എല്ലാവരും ഒരു പെൺകുട്ടികളുടെ പിന്നെ നോക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മീമ്മയ്ക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളിങ്ങനെ ത്യാഗം സഹിച്ച് നോക്കുന്ന ആ കാഴ്ചയൊക്കെ വളരെ രസകരമാണ്. ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടികളൊക്കെ ധൈര്യത്തോടെ വരുന്നത്. അവരുടെ കൊച്ചുമക്കളും അതിൽ വരുന്നുണ്ട്. അതിൽ ചീബിളു എന്ന് പറയുന്ന കുട്ടി പിന്നെ അമ്മമ്മയെ നോക്കുന്ന ആ രംഗങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ്. അപ്പം ഞങ്ങളുടെ ആരുമില്ലായ്മയും ജാതിയില്ലായ്മയും എല്ലാവർക്കും തമാശയായിരുന്നു. ജാതി മര്യാദകൾക്ക് ശരിക്കും ക്ലാസ് കിട്ടും. ഞങ്ങൾക്ക് ബന്ധുക്കളില്ല, അതുകൊണ്ട് ബന്ധുവീടുകളിൽ അനുഷ്ഠിക്കേണ്ടുന്ന പെരുമാറ്റ മര്യാദ എല്ലാവരും പഠിപ്പിച്ചു തരും. ഞങ്ങളുടെ വീടിനെ പറ്റി ആരെങ്കിലും അറിയുന്നതോ പറയുന്നതോ എല്ലാവർക്കും കുറച്ചിലാണ്. പറ്റാവുന്ന ഇടത്തു നിന്നെല്ലാം പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ മാനം കാക്കാൻ അകറ്റി നിർത്തപ്പെടാറുണ്ട്. സ്വീകരണ മുറി മുതൽ ടോയ്ലറ്റ് വരെ എന്ന് എഴുതിയിട്ടുണ്ട്. അവരെത്രമാത്രം വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും അവർ അങ്ങനെ അവഗണിക്കപ്പെട്ട കുട്ടികളായി ജീവിച്ച് അപ്പോൾ വല്ലാതെ സഹിച്ച ഒരു 5 സ്ത്രീകൾ ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ മകൾ, ഈ എഴുത്തുകാരിയുടെ അനിയത്തി റാണി, ഭാഗ്യ, പിന്നെ അമ്മീമ്മ, ഈ 5 സ്ത്രീകളെ കൊണ്ട് പിന്നെ ഇതിലെ ഈ 79 ഈ 5 സ്ത്രീകളെ കൊണ്ട് ഈ ഇതിലെ 100 അമ്മച്ചീന്തുകൾ എന്ന അധ്യായങ്ങളും നിറഞ്ഞ് സ്പന്ദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പുസ്തകം ഇങ്ങനെ കയ്യിലെടുക്കുന്ന ആളായിരിക്കില്ല നമ്മളത് വായിച്ചു കഴിയുമ്പോൾ. ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 1920-കൾ മുതൽ 100 വർഷക്കാല തുടർച്ചയിൽ ജീവിച്ച 6-7 പെണ്ണുങ്ങളുടെ ജീവിതമാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. അക്ഷരാഭ്യാസവും കിടപ്പാടവും മുതൽ മുലപ്പാലിനും മാതൃവാത്സല്യത്തിനും വരെ വിവേചനം അനുഭവിച്ച കുറച്ച് പെണ്ണുങ്ങൾ, പലപ്പോഴായി പല കഷ്ണങ്ങളായി ചീന്തപ്പെട്ട അമ്മമാർ,
സ്നേഹം മാത്രം അമ്മ ചിന്തുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുത്തുകാരി നിർത്തുമ്പോഴേക്കും നമ്മുടെ കണ്ണ് മുഴുവനും നിറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ വേറൊരാളും ആയിരിക്കും. എനിക്കാണെങ്കിൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആഴ്ചകളോളം അതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ മനസ്സിൽ തട്ടി തട്ടി വരികയും നമ്മളിങ്ങനെ വേദനിക്കുകയും ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. നമ്മളെ നേറി പിടിക്കുന്ന പോലത്തെ അനുഭവങ്ങളാണ് ഈ പുസ്തകം തരിക. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് തീർക്കാതെ വെക്കാനും കഴിയില്ല, വായിക്കാനും കഴിയില്ല എന്നുള്ള ഒരവസ്ഥയാണ് ഈ പുസ്തകം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എച്ചുമുക്കുട്ടി എന്ന എഴുത്തുകാരിക്കും അമ്മച്ചീന്തുകൾ എന്ന അവരുടെ ഈ പുസ്തകത്തിന് വേണ്ടി ചെലവാക്കിയ സമയം വളരെ നന്ദിയോടെ ഓർക്കുന്നു. എച്ചുമിക്കുട്ടിക്ക് എപ്പോഴും എച്ചുമിക്കുട്ടിയെ നന്മ വരട്ടെ.